ഹനഫി മദ്ഹബിൽ ഫർള് നോമ്പാണെങ്കിൽ പോലും, റമളാനിലെ ഫർള് നോമ്പാണെങ്കിൽ പോലും രാത്രി തന്നെ നിയത്ത് ചെയ്യൽ നിർബന്ധം ഇല്ല. അങ്ങനെ വരുമ്പോൾ ഹനഫി മദ്ഹബിൽ പകൽ നിയത്ത് ചെയ്യാം. പകൽ ഏത് വരെ പറ്റും? ലൊഹർ വരെ പറ്റൂല. നമ്മളെ മദ്ഹബിൽ സുന്നത്ത് നോമ്പിന് ലൊഹറിന്റെ ടൈം വരെയുണ്ട്. അത്ര ഹനഫി മദ്ഹബിലെ പ്രബല അഭിപ്രായം അനുസരിച്ച് പറ്റൂല. അവിടെ പലർക്കും തെറ്റിദ്ധാരണ വരാറുണ്ട്. ഹനഫി മദ്ഹബിൽ ഫജ്ർ സ്വാദിഖ് വെളിവായത് മുതൽ, സുബ്ഹ് ബാങ്ക് കൊടുക്കുന്ന സമയം മുതൽ മഗ്രിബ് വരെയുള്ള സമയത്തെ നമ്മൾ കണക്കാക്കി അതിന്റെ നേരെ മദ്യം എപ്പോഴാണ് വരുന്നത് അതിൻ്റെ അടുത്ത് നിയത്ത് ചെയ്യണം. അപ്പോൾ സുബ്ഹ് ബാങ്ക് ഒരു വിളിക്കുന്നതിൻ്റെ സമയം നമ്മളൊരു 5:30 മണിയാണെന്ന് വിചാരിക്കുക. മഗ്രിബിന്റെ സമയം 6:30 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഇത് രണ്ടിൻ്റെ അടുക്ക് ഒരു 13 മണിക്കൂർ സമയം ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ ഇദ്ദേഹം നിയത്ത് ചെയ്യേണ്ടത്, ഇപ്പോൾ സുബ്ഹ് 5:30-ക്കല്ലേ, അങ്ങനെ വരുമ്പോൾ ഒരു 12 മണി വരേക്കാണ് ഇതിന്റെ പകുതി സമയം വരിക. 12 മണി വരെ ആയിരിക്കും. നമ്മുടെ നാട്ടിൽ ളുഹർ ബാങ്ക് കൊടുക്കുന്നത് 12:45 പകലിന്റെ പകുതി വരുന്നത് 12 മണിയാണ്. അങ്ങനെയാണ് ഇദ്ദേഹം 12 മണിൻ്റെ ഉള്ളിൽ നിയത്ത് ചെയ്യണം. അല്ലാതെ ആ 12 മണി കഴിഞ്ഞു പോയാൽ പിന്നെ ചാൻസ് ഇല്ല. ഇതാണ് ഹനഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. അതേപോലെ തന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇതൊക്കെ റമളാൻ അദാ ആയി നിർവഹിക്കുമ്പോഴേ ഉള്ളൂ. ഒരുത്തന് റമളാൻ നോമ്പ് ഖളായിപ്പോയി, പിന്നീട് അദ്ദേഹം പെരുന്നാളൊക്കെ കഴിഞ്ഞ് മറ്റൊരു ദിവസം ഖളാ വീട്ടുകയാണെങ്കിൽ നിയത്ത് രാത്രിയിൽ തന്നെ വേണം. ഇത് അദാ ആയി നിർവഹിക്കുന്ന റമളാനിലെ നോമ്പിന് മാത്രമാണ് ഈ ഒരു ഇളവുള്ളത്. അദാഇനുള്ളൂ, ഖളാഇനില്ല. പിന്നെ റമളാൻ അല്ലാത്ത മറ്റ് നേർച്ച നോമ്പ് മറ്റു കാര്യങ്ങളൊക്കെ ഹനഫി മദ്ഹബിൽ അതിന്റെ നിയത്തിന്റെ ചർച്ചകളുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മൾ കടക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനി അതേപോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിയത്ത് ചെയ്യുമ്പോൾ ഇപ്പൊ നമുക്ക് 10 മണിക്കാണ് ഓർമ്മയായത്, ഞാൻ ഇന്ന് പഠിച്ചോനെ നിയത്ത് ചെയ്തിട്ടില്ലല്ലോ എന്ന് 10 മണിക്ക് ഓർമ്മയാൽ, ഇന്ന് ഞാൻ നോമ്പുകാരനാണ് നിയത്ത് ചെയ്യുമ്പോൾ ഇന്ന് സുബ്ഹ് മുതൽ, ഫജ്ർ മുതൽ, അല്ലെങ്കിൽ പ്രഭാതത്തിന്റെ തുടക്കം മുതൽ ഞാൻ നോമ്പുകാരനാണ്. അപ്പൊ ഇന്നത്തെ സുബ്ഹ് മുതൽ മഗ്രിബ് വരെ ഞാൻ നോമ്പുകാരനാണ് എന്ന് കഴിഞ്ഞതും കൂടെ നിയത്തിൽ എന്ത് ചെയ്യണം? ഉൾപ്പെടുത്തണം. അല്ലെങ്കിൽ നോമ്പ് എന്താവില്ല, ശരിയാവുകയില്ല. ഈ വസ്തുതകളൊക്കെ ഹനഫി മദ്ഹബിലെ ആധികാരിക കിതാബായ റദ്ദുൽ മുഹ്താറിലെ മറ്റു കിതാബിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്ന് മാത്രമല്ല, ഒരാൾ നിയത്ത് മറന്നുപോയാൽ, നേരത്തെ ഇംസാക്ക് ചെയ്യൽ വുജൂബാന്ന് ഷാഫി മദ്ഹബിൽ നമ്മൾ പറഞ്ഞു, മറന്നുപോയ വ്യക്തിക്ക് ഇങ്ങനെ ഹനഫി മദ്ഹബ് അനുധാവനം ചെയ്തുകൊണ്ട് പകൽ ഉച്ചയുടെ പകുതിക്ക് മുമ്പ് നിയത്ത് ചെയ്യൽ സുന്നത്താണ്, നല്ലതാണ് എന്ന് നമ്മുടെ ഫിഖ്ഹിന്റെ കിതാബുകളിലൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട്. ഹനഫി മദ്ഹബ് അനുസരിച്ച് നിയത്ത് വെക്കേണ്ട കാര്യങ്ങൾ ഉസ്താദ് വിശദീകരിക്കുകയുണ്ടായി. നേരത്തെ മാലിക്കി മദ്ഹബില് നമ്മുടെ മദ്ഹബിൽ ഇല്ലാത്ത നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഉസ്താദ് വിശദീകരിച്ചു. അതേപോലെ ഹനഫി മദ്ഹബില് നമ്മുടെ മദ്ഹബിൽ ഇല്ലാത്ത നോമ്പ് മുറിയുന്ന വല്ല കാര്യങ്ങളുമുണ്ടോ? ഹനഫി മദ്ഹബ് അനുസരിച്ച് നിയത്ത് ചെയ്തിട്ട് നോമ്പെടുക്കുമ്പോൾ ഹനഫി മദ്ഹബിൽ നിയമങ്ങൾ പാലിക്കൽ നിർബന്ധമാണല്ലോ. അങ്ങനെ വരുമ്പോൾ നമ്മളെ മദ്ഹബിൽ ഇല്ലാത്ത, ഷാഫി മദ്ഹബിൽ ഇല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ, നേരത്തെ മാലിക്കി മദ്ഹബിൽ പറഞ്ഞ പോലെ കണ്ണിൽ മരുന്നുറ്റിക്കരുത് എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനത്തെ എക്സ്ട്രാ വല്ലതും ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം. ഹനഫി മദ്ഹബിൽ പൊതുവെ അങ്ങനെ ശ്രദ്ധിക്കേണ്ടതില്ല. ഒരർത്ഥത്തിൽ നമ്മളെ മദ്ഹബിനേക്കാളും നോമ്പിന്റെ വിഷയത്തിൽ കുറച്ച് എളുപ്പം ഹനഫി മദ്ഹബിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രത്യേകിച്ചൊന്നും അധികം ശ്രദ്ധിക്കേണ്ടതില്ല. ഒരു കാര്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഷാഫി മദ്ഹബ് അനുസരിച്ച് നോമ്പെടുക്കുന്ന വ്യക്തി പകൽ സമയത്ത് അകാരണമായി ഭക്ഷണം കഴിച്ചാൽ, ഒരു കാരണമില്ല, മടിയനായിട്ട് വെറുതെ അങ്ങോട്ട് ഭക്ഷണം കഴിച്ച് നോമ്പ് മുറിച്ചാൽ വലിയ തെറ്റാണ്, തൗബ ചെയ്യണം. എന്നിട്ട് അയാൾ ഒരൊറ്റ നോമ്പേ ഖളാ വീട്ടേണ്ട ആവശ്യമുള്ളൂ. ഹനഫി മദ്ഹബിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അകാരണമായി, രോഗിയായിട്ടോ അല്ലെങ്കിൽ പെണ്ണിന് മെൻസ്ട്രേഷൻ ഉണ്ടായാലൊന്നുമല്ല, നോമ്പെടുത്ത വ്യക്തി നോമ്പ് മുറിച്ചു കഴിഞ്ഞാൽ അയാൾ കഫാറത്ത് കൊടുക്കണം. നമ്മളെ മദ്ഹബിൽ ഭാര്യ ഭർത്താക്കൾ റമളാനിന്റെ പകലിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ ഭർത്താവിന് 2 മാസം തുടർച്ചയായി നോമ്പെടുക്കണം എന്ന് പറയുന്നുണ്ടല്ലോ. അതേപോലത്തെ കണിശത ഹനഫി മദ്ഹബിലുണ്ട്. അവരെ മദ്ഹബിൽ ഇങ്ങനെ, ഹനഫി മദ്ഹബിൽ ഇങ്ങനെ നോമ്പ് മുറിച്ചു കഴിഞ്ഞാൽ 2 മാസം തുടർച്ചയായിട്ട് അതിന് പ്രായശ്ചിത്തമായി നോമ്പെടുക്കണം. ഈ ഒരു വിഷയം കുറച്ച് ഗൗരവമുണ്ട് എന്നത് മാറ്റിവെച്ചാൽ വളരെ എളുപ്പമാണ്. എന്ന് മാത്രമല്ല, ചില ഇളവും കൂടെ ഹനഫി മദ്ഹബിലുണ്ട്. അത് ചിലപ്പോൾ ആർക്കെങ്കിലും ഉപകാരമായേക്കും. ഇപ്പൊ കഫം ഉള്ളിലേക്ക് ഒരാൾ ബോധപൂർവം ഇറക്കിയാലും ഹനഫി മദ്ഹബ് അനുസരിച്ച് നോമ്പ് നഷ്ടപ്പെടില്ല. ഇത് പ്രത്യേകം പറയാൻ കാരണം, ചിലർക്കെങ്കിലും ഈ കഫത്തിന്റെ തകരാറുകളൊക്കെ ഉണ്ടാകും. അപ്പൊ അത്തരം ആളുകൾക്ക്, കഫം കൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അത്തരം ആളുകൾക്ക് ഹനഫി മദ്ഹബ് അനുധാവനം ചെയ്ത് ഈ നോമ്പുമായി ബന്ധപ്പെട്ട് മറ്റു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളോട് അയാൾ പഠിച്ചെടുത്തിട്ട്
അദ്ദേഹത്തിന് ഹനഫി മദ്ഹബ് അനുധാവനം ചെയ്ത് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. എന്നാൽ പിന്നെ ഇങ്ങനെ കൂടുതൽ തുപ്പിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. എങ്കിലും ഹനഫികൾ പറയുന്നുണ്ട്, അവർ കിതാബ് പറയുന്നുണ്ട്, കഫങ്ങൾ വിഴുങ്ങരുത്, വിഴുങ്ങാതിരിക്കൽ പ്രത്യേക സുന്നത്താണ്. കാരണം ഷാഫി മദ്ഹബിൽ കഫം വിഴുങ്ങിയാൽ നോമ്പ് മുറിയുമെന്നുണ്ടല്ലോ, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് നമ്മളെ ഹനഫി മദ്ഹബിലെ കിതാബിൽ ഉണർത്തുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഷാഫി മദ്ഹബിൽ നമ്മുടെ വായിൽ ഉമിനീര് അത് പുറത്തേക്ക് വന്നു, നമ്മളെ ചുണ്ടിൻ്റെ പുറംഭാഗത്തേക്ക് വന്നു. എന്നിട്ട് ആ നനവോട് കൂടി അത് ഉണങ്ങിപ്പോകുന്നതിന് മുമ്പ് അത് നേരെ ഉള്ളിലേക്ക് തന്നെ ഒരാൾ എടുത്തു, എന്നിട്ട് അത് വിഴുങ്ങിയാൽ, ശരിക്കും ഇവിടെ നനവ് ശരിക്കും പുറത്തുണ്ട്, എന്നിട്ട് അത് ഉള്ളിലേക്ക് എടുത്ത് അത് വിഴുങ്ങിക്കഴിഞ്ഞാൽ നോമ്പ് നഷ്ടപ്പെടും ഷാഫി മദ്ഹബിൽ. ഹനഫി മദ്ഹബിൽ അതുകൊണ്ട് നോമ്പ് നഷ്ടപ്പെടില്ല. അപ്പോൾ ലേശം അയാൾ സംസാരിക്കുമ്പോൾ ലേശം ഉമിനീരും പുറത്തേക്കും വന്ന് അയാളത് വായിലേക്ക് തന്നെ അത് മടക്കിയെടുത്തു, എന്നിട്ട് വിഴുങ്ങിയാൽ നോമ്പ് മുറിയില്ല. ഇങ്ങനത്തെ ചില സൗകര്യങ്ങൾ ഹനഫി മദ്ഹബിൽ ഉണ്ട് എന്നത് മാറ്റി വെച്ചാൽ, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മനഃപൂർവ്വം നോമ്പ് മുറിച്ചാലുള്ള പ്രശ്നം മാറ്റി വെച്ചാൽ മറ്റു കൂടുതൽ കാര്യങ്ങളൊന്നും ഹനഫി മദ്ഹബിലുള്ളതായിട്ട് ശ്രദ്ധയപ്പെട്ടിട്ടില്ല. ഈ മസാലകളൊക്കെ റദ്ദുൽ മുഹ്താർ പോലുള്ള കിതാബുകളിൽ നിന്ന് മനസ്സിലാക്കാം. ഇതുമായി ചേർത്ത് പറയേണ്ട ഒരു സംഗതി, മറ്റൊരു മദ്ഹബിൽ അങ്ങനെ ഇളവുണ്ടല്ലോ എന്ന് കരുതി സൗകര്യങ്ങൾ മാത്രം ഇങ്ങനെ അന്വേഷിച്ച് പിടിക്കുക, തതബ്ബുഉർ റുഖസ്, ഇളവുള്ളത് മാത്രം ഇങ്ങനെ പെറുക്കി എടുക്കുക, ഈ പരിപാടി ചെയ്യൽ തെറ്റാണ്. അതേസമയത്ത് ഒരാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു വിഷയത്തിൽ മറ്റൊരു മദ്ഹബ് എടുക്കാം. നമ്മൾ പറഞ്ഞ പോലെ ഇളവ് പിന്തുടരുക എന്ന ലക്ഷ്യമില്ലാതെ നമുക്ക് എന്തെങ്കിലും വിഷയത്തിന് ആവശ്യമുണ്ടായി ഇളവ് മാത്രം പെറുക്കിയെടുക്കില്ല പ്രശ്നം. എപ്പോഴെങ്കിലും ആവശ്യമുള്ളപ്പോൾ ഇളവ് എടുക്കുന്നതിന് എന്തെങ്കിലും കുഴപ്പമില്ല. അതിന് നമ്മൾ വ്യത്യാസമുണ്ട്. തതബ്ബുഉർ റുഖസും അഖ്ദുർ റുഖസും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇളവ് സ്വീകരിക്കാം, ഇളവ് മാത്രം അന്വേഷിച്ച് പിടിക്കുക, എന്നിട്ട് എല്ലാ മദ്ഹബിൽ നിന്ന് ഇളവുള്ളത് എടുത്തിട്ട് ഇയാൾ ഒരു വളരെ സുഖകരമായ അവസ്ഥയിൽ നീങ്ങുക, ആ പരിപാടി തെറ്റാണെന്ന് ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് ആവശ്യമുള്ള സമയത്ത് ഇത്തരം മറ്റു മദ്ഹബ് മാറുന്നതിന് വിരോധമൊന്നുമില്ല, വലിയ അനിവാര്യത വേണമെന്നൊന്നുമില്ല. ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മറ്റു മദ്ഹബ് മാറുന്നതിന് കുഴപ്പമില്ല. ഇളവ് സ്വീകരിക്കാവുന്ന ലക്ഷ്യത്തിൽ ഫുള്ള് ഇളവ് മാത്രം തപ്പിപ്പിടിക്കൽ തെറ്റാണ്. അതേസമയത്ത് ഇടയ്ക്ക് ചില ഇളവുകൾ എടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇതാണ് അതിൻ്റെ ഒരു ചുരുങ്ങിയ രൂപം. എങ്കിലും ഏറ്റവും നല്ലത് ആധികാരികമായ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരിഗണിച്ച് ഒരഭിപ്രായ വ്യത്യാസവും ഇല്ലാത്ത രൂപത്തിൽ നമ്മുടെ ഇബാദത്തുകളാക്കലാണ് ഏറ്റവും കരണീയം. ആധികാരികമായ പ്രധാനപ്പെട്ട പ്രബലമായ മദ്ഹബുകളിലും മറ്റുള്ള അഭിപ്രായങ്ങളൊക്കെ പൊതുവെ അത് സ്വീകരിച്ച് ആ അഭിപ്രായ വ്യത്യാസത്തിൽ നിന്നൊക്കെ പുറത്തുപോയി അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത രൂപത്തിൽ നോമ്പാണെങ്കിലും നിസ്കാരമാണെങ്കിലും നിർവഹിക്കലാണ് ഏറ്റവും ഉത്തമം. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഗണിക്കേണ്ടതില്ല എന്ന് ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട്. ചില ഖുർദി റഹിമഹുല്ലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ വിശദീകരിക്കേണ്ട സന്ദർഭമല്ല. പൊതുവെ പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്നൊക്കെ മാറി ചെയ്യൽ തന്നെയാണ് സൂക്ഷ്മത. അപ്പൊ നമ്മൾ ഹനഫിയിൽ അങ്ങനെ ഉണ്ടല്ലോ എന്നിട്ട് അത് എടുക്കുമ്പോൾ ഷാഫി അനുസരിച്ച് കൊണ്ട് നോമ്പ് എന്താകുന്നുണ്ട്, പ്രശ്നമുണ്ട്, ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പൊ ഷാഫി എല്ലാ മദ്ഹബിലും കിട്ടുന്ന രൂപത്തിൽ ചെയ്യുമ്പോൾ അത് തന്നെയാണ് കൂടുതൽ സൂക്ഷ്മത. ഇതൊക്കെ നമ്മുടെ ആവശ്യമുള്ള വ്യക്തിക്ക് വേണ്ടി പറയുന്ന ഇളവുകളാണ്. അല്ലാതെ ഇത് എപ്പോഴും ഇങ്ങനെ ഒരു തസാഹുലം നൽകൊരു ദീനുകൊണ്ട് കളിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഒരു പ്രയാസമുള്ള വ്യക്തിക്കുള്ള സൗകര്യങ്ങൾ ഇമാമുകൾ ഉണർത്തുക എന്ന ഉദ്ദേശത്തിൽ മാത്രമാണ് ഇത്തരം സംസാരങ്ങൾ